good morning students. Welcome to yet another class of film studies. Today we are going to deal with that is the evolution of the language of cinema by Andre Bazin. So Andre Bazin is an eminent French film critic, film theorist, social activist, philosopher and humanist. He was a co-founder and editor of the celebrated film magazine Cahiers du Cinema, which was founded in 1951. As we mentioned earlier, he was the person who had developed the concept called as auteur theory. There should be a kind of personalism. സ്വന്തമായിട്ടുള്ളൊരു എലമെൻറ്റ് ഫിലിമിൽ വേണം, ഒരു സിഗ്നേച്ചർ ഓരോ ഫിലിം മേക്കേഴ്സും ഇട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിസ്റ്റാണ് ആൻഡ്രെ ബേസിൻ എന്ന് പറയുന്നത്. ഒരു ഫിലിം ക്രിട്ടിക്കാണ്. ആൻഡ് ഹി ഹാഡ് പ്രൊപ്പൗണ്ടഡ് ഹിസ് ഐഡിയാസ് ആൻഡ് ആസ്പെക്ട്സ് റിഗാർഡിംഗ് ഫിലിം ത്രൂ ദിസ് പെർട്ടിക്കുലർ ഫ്രഞ്ച് ഫിലിം critical magazine called as Cahiers du Cinema, and this paved the way for auteur theory or author theory. We had seen this when we discussed the film theories in the last classes. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. In his concept, he says that he advocated the depiction of objective reality in films and believed that interpretation of a film or scene should be left to the spectator and that narrative was a key to great films. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു ഫ്രെയിം, ഒരു ഷോട്ട് എന്ന് പറയുന്നത് അത് കാഴ്ചക്കാരന് വിട്ടുകൊടുക്കുക, അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ വർക്ക് called as The Evolution of the Language of Cinema is a seminal work by Andre Bazin on the historical evolution of language of cinema and his views on montage and realism. അദ്ദേഹം മെയിനായിട്ട് ഈ ഒരു എസ്സേയുടെ ബിഗിനിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എമർജൻസ് ഓഫ് സൈലൻറ്റ് സൗണ്ട് ഫിലിം ഇൻ ടു ദ അറീന ഓഫ് സൈലൻറ്റ് ഫിലിം എന്ന കോൺസെപ്റ്റാണ് ആദ്യം ഈ ഭാഗത്ത് പറയുന്നത്. നിശബ്ദ ചിത്രങ്ങൾക്കിടയിലേക്ക് ശബ്ദചിത്രങ്ങൾ വന്നു തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അതുവഴി സിനിമയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ആദ്യ ഭാഗത്ത് സംസാരിക്കുന്നത്. സോ ഹി സേസ് ദാറ്റ് ദിസ് സൈലൻസ്, the practitioners of this form means the silent form, had a notion that cinema as an art form was perfectly suited for the exquisite embarrassment of silence, and that the realism brought about by the inclusion of sound will only bring chaos. He raises the question whether the introduction of the soundtrack has ushered in an aesthetic revolution. As far as editing is concerned, there is no huge difference between silent and sound cinema. So he gave importance to the image depicted through the film, not about whether it is a sound film or a silent film. He says that silent and sound films are two different concepts of cinematographic expression rather than two distinct families or styles. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബ്ദചിത്രങ്ങളും നിശബ്ദ ചിത്രങ്ങൾ എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽസിനെ അല്ല അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത്. ഹി ബിലീവ്ഡ് that these two are the different concepts of cinematographic expression. സിനിമ അവതരിപ്പിക്കുന്നതിൻ്റെ രണ്ട് തരമായിട്ടാണ് അദ്ദേഹം ഇതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൗണ്ട് ഫിലിമിന്റെ വരവിന് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി ദെൻ മെൻഷൻസ് അബൌട്ട് ദ two types of directors in his essay. That is, one is that directors who put their faith in their image and those who put their faith in reality. അപ്പോൾ ഒന്ന് വളരെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്റ്റൈൽ ഓഫ് ദ സെറ്റ്, മേക്കപ്പ്, പെർഫോമൻസ്, ലൈറ്റിംഗ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ദ ഷോട്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്ലാസ്റ്റിക്സ് അക്കോർഡിംഗ് ടു ആൻഡ്രെ ബേസിൻ. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറക്ടേഴ്സും, അതേസമയം തന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റിയാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വിഭാഗവും. ബേസിൻ സ്റ്റാൻഡ്സ് ഫോർ ഫിലിംസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ റിയാലിറ്റി വിച്ച് ആർ സപ്പോർട്ടഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് സൗണ്ട്, deep focus and invisible editing. We mentioned this when we dealt with the theory earlier, അതായത് ഡീപ്പ് ഫോക്കസ് ഷോട്ട് ആൻഡ് ആസ് വെൽ ആസ് ഇൻവിസിബിൾ എഡിറ്റിംഗ് ഓർ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഇതിനൊക്കെയാണ് അദ്ദേഹം കൂടുതൽ എംഫസിസ് കൊടുത്തത്. ബിക്കോസ് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് വുഡ് ഷോ റിയാലിറ്റി ആസ് ഇറ്റ് ഇസ്. എന്താണോ റിയൽ ആയിട്ടുള്ളത് അതിനെ അതുപോലെ തന്നെ കാണിക്കാനായിട്ട് ഈ പറയുന്ന ടെക്നിക്കുകൾ, ഈ പറയുന്ന സിനിമാറ്റിക് ടെക്നിക്കുകൾ ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. See, Andre Bazin was he accepted the technique called as montage, but he was
was not at all a staunch believer of applying a montage into films. Montage എന്ന് പറയുന്നത് ജക്സ്റ്റാപ്പൊസിഷൻ ഓഫ് ഇമേജസ് ആണ്, ഒരു കൊളീഷൻ ഓഫ് ഷോട്ട്സ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കൊളീഷൻ ഓഫ് ഷോട്ട്സിനെ ഒരിക്കലും ആൻഡ്രൂ ബേസിൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്ന മൊണ്ടാഷിനെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാഡ് ടേക്കൺ ഫിലിം ഇൻ ടു എ മച്ച് മോർ കോംപ്ലെക്സ് ലെവൽ ബൈ ഗിവിങ് എ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ടു ഇറ്റ്. ദൃശ്യഭാഷ എന്ന് പറയുന്നത് സാധാരണയുള്ള വിനിമയം നടത്തുന്ന ഭാഷയ്ക്ക് അപ്പുറത്തുള്ള ഒന്നാണ്. ഒരു കടൽ തീരത്ത് ഏകാന്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അതിലൂടെ അയാളൊന്നും പറഞ്ഞില്ലെങ്കിലും അയാളുടെ ഇമോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് കൺവേ ചെയ്യാനായിട്ട് ആ ഒരു ഫ്രെയിമിന്, ആ ഒരു ദൃശ്യഭാഷയ്ക്ക് സാധിക്കാറുണ്ട്. അയാൾ സാഡ് ആണോ, ഡിപ്രസ്ഡ് ആണോ, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആണോ എന്നൊക്കെ ഉള്ളതിന് ചില ഇമേജസ് നമ്മിലേക്ക് തന്നാൽ മതിയായിരിക്കും. ഒരു പക്ഷി ഉയർന്നു പറക്കുന്നതോ അല്ലെങ്കിൽ ഒരു മരം ഒടിഞ്ഞു വീണ് കിടക്കുന്ന ഇമേജസോ, ഇങ്ങനെ പലതരത്തിലുള്ള ഇമേജസിലൂടെ നമ്മളിപ്പോൾ സ്വയംവരം ഫിലിമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതിലുള്ള പല ഷോട്ടുകളിലൂടെ എന്താണ് ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ദൃശ്യഭാഷ എന്നുള്ളത് വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടിരുന്നു. മുകളിൽ നിന്നുള്ള ടോപ്പ് ആംഗിൾ ഷോട്ട്സിൽ നിന്നും അവർ വളരെ ഹൈറ്റിലായിരുന്നു എന്നുള്ളതും, പിന്നീട് അവർ സബേർബ്സിലേക്ക് മാറിയ സമയത്ത് അവരുടെ ആ ഒരു കാഴ്ച ഐ ലെവലിലേക്ക് മാറിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് അവരുടെ ജീവിതഗതിയെ കാണിക്കുന്ന രീതിയിലാണ് അതിലെ ഓരോ ആംഗിളുകളും കാണിച്ചതെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഓരോ മികവുറ്റ കലാകാരന്മാരും ഫിലിം മേക്കേഴ്സും അവരുടെ ഫിലിമിലൂടെ ഇത്തരത്തിലുള്ള മീനിങ് കൺവേ ചെയ്യുന്നത്. സോ ദ വിഷ്വൽ ലാംഗ്വേജ് ക്രിയേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊണ്ടാജ് ഇസ് എ വെരി ഗുഡ് ആസ്പെക്ട്. ഇറ്റ് വാസ് favorably accepted by Andrew Bazin, but he refuses to agree with the idea of creating meanings from mere juxtaposition of images. രണ്ട് വ്യത്യസ്ത ഇമേജസ് തന്നുകൊണ്ട് അതിൽ നിന്നും ഒരു ആശയം കാഴ്ചക്കാരനൊരു തിരിച്ചെടുക്കുക എന്ന് പറയുന്നതിനോട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുണ്ടായിരുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു എതിർപ്പിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് റിയലിസ്റ്റിക് മാനർ. ഹി കൈൻഡ് ഓഫ് ഡിസഗ്രീഡ് വിത്ത് ദ ഡ്രമാറ്റിക് എക്സ്പ്രഷൻ. ഈ പറയുന്ന ഇമേജുകൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ഒരു തരത്തിൽ പറയുകയാണെങ്കിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്ങും സെറ്റിങ്ങിനൊക്കെ അദ്ദേഹം വല്ലാതെ വിമർശിച്ചിരുന്നു. സോ ഹി സേസ് ദാറ്റ് ഇറ്റ് ഈസ് സിനിമ ഷുഡ് കൺവേ മീനിങ്സ് വിച്ച് ആർ പ്രോപ്പർ ടു ദ റിയാലിറ്റി ഓഫ് ഇമേജസ് ദംസെൽവ്സ്. And he disagreed with the manipulation of images developed by Eisenstein in his suggestive editing or the dramatic lights and settings of Germanic expressionism. ഇപ്പോൾ ജർമാനിക് എക്സ്പ്രഷനിസത്തിലാണെങ്കിലും നമ്മൾ ഐസൻസ്റ്റൈൻ്റെ മൊണ്ടാഷിൽ കാണുന്ന പോലുള്ള ഇമേജസ് ആണെങ്കിലും അതിലൊക്കെ ഒത്തിരി ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള മീസൻസീൻ എലമെന്റ്സിനെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. എന്നാൽ അതേസമയം മൊണ്ടാഷ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിനെ ഫേവർ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. And he says that this montage technique, he gives few more suggestions regarding the application of montage. He mentions about 3 different forms of montage. Montage സിനിമയുടെ ആ ഒരു പ്രീ വാർ അമേരിക്കൻ ക്ലാസിക്കിലുള്ള ഇൻവിസിബിൾ ആയിട്ട് യൂസ് ചെയ്ത് പോയിട്ടുള്ള മൊണ്ടാഷിന്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. Through the skillful use of montage, the spectators are lured to accept the viewpoints of the director by concealing the material or dramatic logic of the സീൻ. സോ എങ്ങനെ പ്രോപ്പറായിട്ട് മൊണ്ടാഷ് യൂസ് ചെയ്യാം എന്നുള്ളത് വെച്ചുകൊണ്ട് അദ്ദേഹം 3 തരം മൊണ്ടാഷുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദ പാരലൽ മൊണ്ടാഷ്, ദി ആക്സിലറേറ്റഡ് മൊണ്ടാഷ് ആൻഡ് ദ മൊണ്ടാഷ് ഓഫ് അട്രാക്ഷൻ. മൊണ്ടാഷ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഷാഡോ ഓഫ് ഇമേജ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. For that he had taken the example of Kuleshev's experiment with the shot of മുസൂക്കിൻ്റെ ആ ഒരു സ്മൈൽ അസോസിയേറ്റഡ് വിത്ത് ദ ഡിഫറെൻറ്റ് ഇമേജസ്. ഒരു പെൺകുട്ടിയുടെ ഒപ്പം ആ ഒരു ഇമേജ് കാണിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നത് ലസ്റ്റാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്. അതേസമയം ഒരു കുട്ടിയുടെ ചിത്രത്തോട് അസോസിയേറ്റ് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് അവിടെ ലവാണ് വന്നതെന്നും, ഒരു ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അവിടെ ഹങ്കറാണ് വന്നതെന്നൊക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ആളുകൾ ആ ഒരു മുസൂക്കിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷനെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ വ്യക്തമായൊരു റിയൽ ആയിട്ടുള്ളൊരു ഇമേജ് കൺവേ ചെയ്യാനൊരു ആൾക്ക് സാധിക്കുന്നില്ല. അതേസമയം ആ ഒരു ഇമേജിൻ്റെ ഷാഡോ മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് അദ്ദേഹം അവിടെ മൊണ്ടാഷിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയുന്നത്. ഹി കോംപ്ലിമെൻറ്റഡ് ദ സർട്ടൻ ഡയറക്ടേഴ്സ്, ദാറ്റ് ഈസ് എറിക് വോൺ സ്ട്രോഹെയിം, F.W. Murnau and Robert Flaherty,
ബിക്കോസ് ദേ ഹാവൻ യൂസ്ഡ് എനി മൊണ്ടാഷ് ഇൻ ദിയർ ഫിലിംസ്. അപ്പോൾ മൊണ്ടാഷ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാതെ വിജയിച്ചിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മൊണ്ടാഷ് ടെക്നിക്കിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. He mentions about Nanook of the North, that is Flaherty, confined to showing the actual waiting period of the hunt rather than resorting to montage. അപ്പോൾ എത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ അതിനെ അത്രയും ദൈർഘ്യം കാണിച്ചുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അദ്ദേഹം ഫ്ലാഹേർട്ടി തൻ്റെ മൂവിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വെറാസ് ഒരു ആക്സിലറേറ്റഡ് മൊണ്ടാഷ് ഇൻ വിച്ച് ക്വിക്ക് സക്സഷൻ ഓഫ് പീരീഡ് വിൽ ബി ഷോൺ, അങ്ങനെ ആ രീതിയിലല്ല അദ്ദേഹം അവിടെ ചിത്രത്തിൽ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഹി കോംപ്ലിമെൻറ്റ്സ് മിർനോ ഫോർ ഹിസ് വെരി പെർട്ടിക്കുലർ He compliments Murnau because he was very particular about the realistic portrayals of settings in his works. And Bazin was full of admiration for von Stroheim, who rejected the photographic expressionism and tricks of montage and exhorted to take a close look at the world. By referring to these directors, he challenges the notion that montage and the plastic composition of the image are the very essence of the language of cinema. ഇപ്പോൾ മൊണ്ടാഷാണ് സിനിമയുടെ ഏറ്റവും എസൻസ്, അതാണ് ഏറ്റവും അതിൻ്റെ ലാംഗ്വേജ് കൺവേ ചെയ്യുന്നത് എന്ന് പറയുന്നതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള ഫ്ലാഹേർട്ടിയെയും മെർണോ പോലുള്ള ഡയറക്ടേഴ്സിൻ്റെയും സിനിമകളുടെ പലതരത്തിലുള്ള എക്സാമ്പിൾസ് സൈറ്റ് ചെയ്തുകൊണ്ട് ബേസിൻ പറയുന്നത്. സോ ബേസിൻ എവ്രിവെയർ അഡ്വക്കേറ്റഡ് ഡീപ്പ് ഫോക്കസ് ഷോട്ട്സ് ആൻഡ് ഇൻവിസിബിൾ എഡിറ്റിംഗ് where reality should be captured in a clear-cut manner, not that of the plastics which was advocated through montage. മൊണ്ടാഷിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് വെറും പ്ലാസ്റ്റിക്കുകളാണ്, വെറും ഇമേജസിൻ്റെ ഷാഡോ മാത്രമാണ്. യഥാർത്ഥ ഇമേജ് കവർ ചെയ്യണമെങ്കിൽ വി നീഡ് റിയൽ ഷോട്ട്സ് ടു ബി ക്യാപ്ചേർഡ് എന്ന് അദ്ദേഹം ഈ പറയുന്ന എക്സാമ്പിളിലൂടെ എടുത്തു പറയുന്നു. പോസ്റ്റ് വാർ പീരീഡിന് ശേഷമുള്ള സിനിമകളിൽ സൗണ്ട് ഫിലിംസിൽ എങ്ങനെയാണ് ഒറിജിനാലിറ്റി കൊണ്ടുവന്നത് എന്നുള്ളതിന് 3 റീസൺസാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. വൺ ഇസ് ദാറ്റ് ദ വെൽ ഡിഫൈൻഡ് നാഷണൽ സ്കൂൾസ് ഓഫ് ഫിലിംസ് വിച്ച് ഡെവലപ്പ് ഡ്യൂറിങ് ദാറ്റ് ടൈം ബ്രോട്ട് ഇൻ എ റെവല്യൂഷൻ ഇൻ സബ്ജക്റ്റ് മാറ്റർ ദാൻ ഓഫ് സ്റ്റൈൽ. സ്റ്റൈലിനേക്കാൾ ഉപരി മികച്ച സബ്ജക്റ്റ് മാറ്ററിലാണ് അന്ന് കാലത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന നാഷണൽ സ്കൂൾസ് ഓഫ് ഫിലിംസ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് നൊവൽറ്റി ഇൻ സബ്ജക്റ്റ് മാറ്റർ, പുതിയ സബ്ജക്റ്റ് മാറ്ററുകൾ വരുമ്പോഴത്തേക്കും അതിനനുയോജ്യമായിട്ടുള്ള ന്യൂ ഫോംസും ആളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ നൊവൽറ്റി ഇൻ സബ്ജക്റ്റ് മാറ്റർ ഡിമാൻഡഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫോംസ്. The perfection of form inherited from the silent cinema and the technological advancements are the other 2 reasons. അപ്പം അങ്ങനെ പുതിയ ഫോമുകൾ, പുതിയ സബ്ജക്റ്റ് മാറ്ററിന് ഉതകുന്ന രീതിയിൽ പുതിയ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഈ പുതിയ ഫോമുകളോടൊപ്പം തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് വരികയും കൂടെ ചെയ്തപ്പോഴത്തേക്കും സൗണ്ട് ഫിലിംസിലൂടെ കുറച്ചും കൂടെ ഒറിജിനലായിട്ട് റിയൽ ആയിട്ടുള്ള ഇമേജ്, അതുവഴി ഒരു റിയൽ ലാംഗ്വേജ് ടു സിനിമ കൺവേ ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് ആൻഡ്രെ ബേസിൻ പറയുന്നത്. He says that the evolution of the language of cinema depended on the inclusion of challenging subject matter and various styles of expression. That is the very key point to be noted. അദ്ദേഹം പറയുന്നത് ഒരു സിനിമയുടെ പരിണാമം എന്ന് പറയുന്നത്, ആ സിനിമയുടെ ദൃശ്യഭാഷയുടെ പരിണാമം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻക്ലൂഷൻ ഓഫ് ചാലഞ്ചിങ് സബ്ജക്റ്റ് മാറ്റർ as well as the various styles of expression. He praises the arrival of panchromatic film, microphone and the crane, which had given a kind of realistic language to cinema. Bazin then moves on to the evolution of editing in the next part. So we can see the evolution of editing, and he says that a standard pattern of editing evolved universally by the year 1938. ഇപ്പോൾ സൈലൻറ്റ് ഫിലിംസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും എക്സ്പ്രഷനിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംബോളിസ്റ്റിക് ആയിട്ടുള്ള, അതിപ്പോൾ മൊണ്ടാഷ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഇമേജസ് ആണ് കാണിച്ചു തന്നിരുന്നതെങ്കിൽ ദ ന്യൂ ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആഫ്റ്റർ 1938 ദ സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് എഡിറ്റിംഗ് വെൻ എമേർജ്ഡ്, അത് കുറച്ചും കൂടെ കാണിച്ചു തരുന്നത് അനലിറ്റിക് ആയിട്ടുള്ള വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ സൂപ്പർ ഇമ്പോസിഷനും അത് അമേരിക്കൻ കോമഡിയിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോസപ്പ് ഷോട്ടുകളും അത് കുറച്ചും കൂടെ ആളുകളെ ഈ ടെക്നിക്കാലിറ്റിയിൽ നിന്നും മാറ്റി റിയലിസത്തിലേക്ക് കുറച്ചും കൂടെ അടുപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ.
The addition of sound image in the montage enhanced its realistic nature, which mainly depended on the technique of short reverse shots. So, as we mentioned, he again disagrees with the technique of montage, which incorporated dramatic effects. എന്നാൽ അതേസമയം തന്നെ അതിനോടൊപ്പം കുറച്ച് സൗണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ അത് കാണിച്ചു തരുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ ആണ് എന്ന് അദ്ദേഹം ആ ഭാഗത്ത് പറയുന്നുണ്ട്. We can see that Bazin is appreciating the methods of Wyler or Orson Welles. William Wyler and Orson Welles for the unity of image in space and time. He admits that in a way montage has contributed to the progress of the language of cinema. The depth of field is a major step in the history of film language. It is the most economic and precise way of gathering the most out of the സീൻ. ഇപ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കൂടുതലൂടെ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ഫോക്കസ് ഷോട്ടിനെയാണ്. ഒരു ഫ്രെയിമിനകത്തുള്ള എല്ലാത്തിനെയും വളരെ വ്യക്തമായി തന്നെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു രീതി. അവിടെ റിയലിസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ഇക്കണോമിക് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഔട്ട് ഓഫ് ദ സീനിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡീപ്പ് ഫോക്കസ് ഷോട്ട് ഓർ ഡെപ്ത് ഓഫ് ഫീൽഡ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഈ ഭാഗത്ത് പറയുന്നത്. With the deep focus, the spectator enjoys a more realistic view of the image, thereby involving actively in meaning production. Montage rules out these possibilities and by presupposing a unity of meaning, eliminates the ambiguity of expression. He give the example of Citizen Kane, the famous film by Orson Welles. It was a revolutionary step in the history of the language of cinema. Italian neorealism wiped away all the expressionistic techniques and dramatic effects of the montage. It brought back a sense of the ambiguity of reality. At this point, Bazin attempts to compare the filming techniques of Rossellini, who is a part of the Italian neorealism, and Kuleshov. Italian neorealism never aimed at any revolution in editing. Soundinte varavodukode, when he began the essay, he talked about the sound, the invention of sound into film. So here he says that the sound film entered a certain aesthetic of the language of film. ഇപ്പോൾ പണ്ട് കാലത്തെ നിശബ്ദമായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, സൈലന്റ് ഫിലിംസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിംബോളിക് ആയിട്ടുള്ള മെറ്റഫറിക് ആയിട്ടുള്ള ഇമേജസിലൂടെയാണ് അവർ പല കാര്യങ്ങളും കൺവേ ചെയ്തിരുന്നത്. ബാറ്റിൽഷിപ്പ് പൊട്ടംകിനെ പോലുള്ള ഫിലിംസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദറ്റ് എ ലോട്ട് ഓഫ് images, symbolic images were depicted in order to show the emotions of the different characters in the film. Whereas സൗണ്ടിന്റെ വരവോട് കൂടിയിട്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ പിക്ചറൈസ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് ബേസിന്റെ വാദം. And while ending the essay, we can see that Bazin again is admitting montage as a technique, but he is not a follower, staunch believer of admitting the dramatical effect created by it or the symbolic effect created by it, rather preferring a kind of realistic image. Okay, so he says like that film is basically an art form, the function of which is to convey or impose some kind of viewpoint on the spectator. It is true to a certain extent that the ideas and feelings of the creator will be reflected in his creation. Bazin himself admits the point that it is not possible for a filmmaker to completely avoid the technique of montage. Here lies the contradiction in his vision regarding the ultimate realistic film, devoid of any visible montage, artificial or suggestive elements and clues to the audience to help them in the interpretation of the meaning. So while summarizing this particular essay, we can identify that the evolution of the meaning or evolution of language of cinema, സിനിമയിൽ എങ്ങനെയാണ് ദൃശ്യഭാഷ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിണാമത്തെക്കുറിച്ചാണ് ആൻഡ്രെ ബേസൻ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ശബ്ദചിത്രങ്ങൾ നിശബ്ദചിത്രങ്ങൾക്കിടയിലേക്ക് വന്നത്, അതുണ്ടാക്കി അത് കെയോസ് ആയിട്ട് പലരും കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ അത് റിയലി കെയോസ് അല്ല ക്രിയേറ്റ് ചെയ്തത്, റാദർ ഇറ്റ് ടുക്ക് ഫിലിം ഇൻ ടു എ ന്യൂ റെലം എന്നാണ് അദ്ദേഹത്തിൻ്റെ concept. And in this essay throughout, we can see that when we earlier studied about the theory of Andre Bazin, we had seen that he was opposing montage. Here in this particular essay, we can see that he is opposing montage as well as stating its importance.
എന്തുകൊണ്ടാണ് മൊണ്ടാഷ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നത് എന്നും കൂടെ ഈ ഒരു എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊണ്ടാഷും വേണം. മൊണ്ടാഷ് പ്രൊവൈഡ് ചെയ്യുന്നൊരു വിഷ്വൽ ലാംഗ്വേജ് ഫിലിമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിയാലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാവണം ഈ മൊണ്ടാഷിൻ്റെ പ്രയോജനം എന്നും കൂടെ അദ്ദേഹം എടുത്തു പറയുന്നു. സോ ഹി ഫോക്കസ് ഓൺ റിയാലിറ്റി. He gave emphasis to deep focus shots as well as invisible editing. He accepts montage as a technique, but he wanted to avoid the dramatic and symbolic effect of it. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയുടെ ഭാഗത്ത് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. So that's all about today. Just read the essay, learn well, just go through the key points of it. Meet you in the next class. Till then, all of you take care. Bye.